ഇവിടെ വിലങ്ങാടും വന്നിരുന്നു, വയനാട്ടിലും വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും കൂടെ ഞങ്ങൾ ഈ പറഞ്ഞ പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുകയാണ്. ഒന്ന്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ അവിടുത്തെ ആളുകൾ, ഒന്ന് ചില കുടുംബങ്ങൾ പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചില ആളുകൾക്ക് വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പല ആളുകളും വായ്പ എടുത്തത് ഇപ്പോൾ മൊറട്ടോറിയം കൊടുക്കും എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം മൊറട്ടോറിയം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഡിഫർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ കൊടുക്കേണ്ട പലിശയും അതോടൊപ്പം തന്നെ കൊടുക്കേണ്ട അതിൻ്റെ ആ തുകയും ഒരു കാലതാമസം കൊടുത്തുകൊണ്ട് പിന്നെ കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അവർക്കൊരു വരുമാനവുമില്ല, വീടുമില്ല, സ്ഥലവും ഇല്ലാത്ത സംഗതികൾ ഇനി കുറച്ച് 1-2 വർഷം കഴിഞ്ഞാൽ പോലും അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കടങ്ങൾ, ഏത് തരത്തിലുള്ള കടങ്ങളാണോ ആ കടങ്ങൾ മുഴുവൻ അത് എഴുതി തള്ളണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഭിപ്രായം. കാരണം അതിന് സർക്കാർ മുൻകൈയെടുക്കുകയും ഒരു മനുഷ്യത്വമായ ഒരു നിലപാട് ഇന്ന് നമ്മുടെ ബാങ്കുകളും അതിൻ്റെ അധികാരികളും എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോൾ പല മേഖലകളിലും, ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും ഇപ്പോൾ വിലങ്ങാടാണെങ്കിലും അവിടെ മരണം ഒരാളെ മരിച്ചുള്ളൂ. പക്ഷേ പൂർണ്ണമായും അവിടെയുള്ള സ്വത്ത്, അവിടെ കൃഷി, അവിടെ വീടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടുകയുണ്ടായി. അതുപോലെ തന്നെ വയനാട്ടിലും. അപ്പോൾ അവരെ നിർബന്ധിതമായി മാറി താമസിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇപ്പോൾ റെഡ് ഓറഞ്ച് സോണായിട്ട് പലപ്പോഴും പല മേഖലകളിൽ ഇപ്പോൾ പ്രഖ്യാപിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുന്നു, കേന്ദ്രം പറയുന്നു, ഇത് റെഡ് ഓറഞ്ച് സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നിർബന്ധിതമായി ഇത് മാറണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം ഉണ്ടാകുന്നത് കാലാവസ്ഥ വ്യതിയാനം മൂലമാണ്. പലപ്പോഴും നമ്മൾ കാണുവാൻ കഴിയുന്നത് ഇത് വനത്തിലാണ് ഉരുളുപൊട്ടുന്നത്, മണ്ണ് ഇടിച്ച് വരുന്നത്. പക്ഷേ കിലോമീറ്ററുകൾ താഴെ ഉള്ള ആളുകൾ താമസിക്കുന്നിടത്ത് ഈ നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ നിർബന്ധിതമായും ഇങ്ങനെയുള്ള ആളുകളെ റീലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വീട് എന്നുള്ളതിനപ്പുറം അവർക്ക് കൃഷി ചെയ്യുവാനും വരുമാനം നേടുവാനും ജീവിത മാർഗമുണ്ടാകണം. അതിന് സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പം 100 കണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള ഇടം ഉണ്ടായെന്ന് വരില്ല, സ്ഥലമുണ്ടായെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരിട്ട് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് അവിടെ ഒരു നിവേദനം കൊടുത്തിരുന്നു. അതിനകത്ത് കൃത്യമായ കണക്കുകൾ വെച്ചു. ആ കണക്കുകൾ വെച്ചാൽ ഇന്ന് 11,500 സ്ക്വയർ കിലോമീറ്റർ കേരളത്തിൽ, അവിടെ 1,564 സ്ക്വയർ കിലോമീറ്ററോളം ഈ നോൺ കോർ ഫോറസ്റ്റ് പ്ലാന്റേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ കീഴിലുള്ള പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞാൽ ടീക്ക്, അക്കേഷ്യ, അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാന്റേഷൻസ് ഉണ്ട്. ആ പ്ലാന്റേഷൻസ് ഹെക്ടർ എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 ആക്കിയ ഹെക്ടർ ആവും. അത്രയും പ്ലാന്റേഷൻസ് ഈ മേഖലയിൽ തന്നെ, ഈ മലബാർ മേഖലയിൽ തന്നെ ഏതാണ്ട് 555 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ എത്രയാണോ സ്ഥലം പോയത് അതിൻ്റെ ഇരട്ടി സ്ഥലം ഈ പ്ലാന്റേഷനിൽ കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു ജീവിതമാർഗം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് കേന്ദ്രമന്ത്രിയെ നമ്മൾ കണ്ടുകൊടുത്തു. അങ്ങനെ ഒരു സാധ്യത പഠിച്ച് നമുക്ക് ഇവരെ ഒന്ന് റീലൊക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കഴിയുള്ളൂ. ഇത് ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഡോക്ടർമാരുടെ വിഷയം, ഇതും ഇതുപോലെ തന്നെ ആളിക്കത്തുന്ന ഒരു വിഷയമാണ്. ഡോക്ടർമാരുടെ വിഷയത്തിൽ നമ്മളൊരു നിവേദനം തന്നെ കൊടുത്തു. ഒരു പ്രത്യേക സമ്മേളനം തന്നെ വിളിച്ചുകൂട്ടണം. അത് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായും നിയമങ്ങളുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് നിർബന്ധിതമായി ഒരു നിയമ ലെജിസ്ലേഷൻ നടത്തി അത് നടപ്പിലാക്കുവാൻ, കൃത്യമായി നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം വേണം. അതിൻ്റെ ഒരു ചർച്ചയ്ക്കിലേക്ക് തന്നെ പോകണം. വളരെ ഗൗരവമായിട്ട് നമ്മുടെ രാജ്യം ഇതിനെ കാണും. പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ ഇൻസിഡൻറ്റ് പോകുമ്പോൾ വലിയ ചർച്ചയിലേക്കും വലിയ മാധ്യമ ചർച്ചയിലേക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മറന്നുപോവുകയാണ്. പക്ഷേ ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കി സ്ത്രീ സുരക്ഷ, ഏത് തൊഴിലാകട്ടെ സുരക്ഷ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്.
കുറ്റക്കാരുടെ പേര് എടുത്തു പറയാത്ത സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത്. അത് കൃത്യമായി ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് വമ്പനാണെങ്കിലും അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അതിന് സംശയമൊന്നുമില്ല എന്ന് തന്നെ. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർട്ടി നേരത്തെ പറഞ്ഞൊരു നിലപാടല്ല മന്ത്രി ഇപ്പോൾ പറയുന്നതെന്നാണ് മുല്ലപ്പെരിയാർ സമരസമിതി അടക്കം പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ആശങ്കയുമില്ല, പഴയ അവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് മന്ത്രി പറയുന്നത് പറഞ്ഞു. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെയും മന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ജനങ്ങളുടെയും ഒറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. ആ നിലപാട് എന്ന് പറയുന്നത് ഒരു പുതിയ ഡാം തന്നെയാണ്. അതാണ് ശാശ്വത പരിഹാരം. അതിനുവേണ്ടി DPRും അതിന്റെ സ്ഥലവും അതിന്റെ ഇടവും എല്ലാം അത് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര എൻവയോൺമെന്റ് അതിന്റെ ഒരു പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡാമിലേക്ക് പോകാൻ കഴിയൂ. അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട്. അതേ സമയത്ത് തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് വേണ്ടി നമ്മുടെ തമിഴ്നാട് സർക്കാരുമായി സംസാരിച്ച് കൂടെ എന്ന് പറയാറുണ്ട്. അതും നമ്മൾ ഏത് തരത്തിലാണോ ഇതൊരു സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് അത് സെറ്റിൽ ചെയ്ത് പോകണം. ഏതൊക്കെയാലും യാതൊരു സംശയമില്ല, അവിടെ ഒരു പുതിയ ഡാം തന്നെ വേണം എന്നുള്ളതാണ്. ഇല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതണ്ട, ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ വാട്ടർ ലെവൽ താഴോട്ടാണ് പോയിരിക്കുന്നത്. ആ താഴോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ആശങ്കയില്ലെന്നുള്ളതാണ്. പക്ഷേ വാട്ടർ ലെവൽ കൂടുമ്പോൾ ആശങ്കയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു പുതിയ ഡാം തന്നെയാണ്. അത് കൃത്യമായി അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, സർക്കാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇടുക്കി അതിരൂപത ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രം തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെടണം. അല്ല, കേന്ദ്രത്തിന്റെ അടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. കേന്ദ്രമാണ് ഇടപെടേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുമ്പോഴും ആ പാർക്കിംഗ് ഏരിയ, കാർ പാർക്കിംഗ് ഏരിയയായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഈ എഗ്രിമെന്റ് തന്നെ പഴയ എഗ്രിമെന്റ് ആണ്, സർക്കാരുകൾ രൂപപ്പെടുന്നതിന് മുമ്പുള്ള എഗ്രിമെന്റ്. അതിന്റെ വാലിഡിറ്റി വരെ ഇപ്പോൾ കോടതി പരിശോധിക്കുകയാണ്. അത് ഈ മാസം 30-ന് മുമ്പ് അതിന്റെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട. അപ്പം നമുക്ക് ചെറുതായിട്ട് നിയമപരമായിട്ട് അനുകൂലമായ രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓവറായിട്ട് വന്ന് രണ്ടുപേരെയും അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു പ്രകോപനം ഉണ്ടാക്കി പോകാൻ പാടില്ല എന്നുള്ളത് മാത്രം. ഈ നേതൃക്യാമ്പ് പരിശീലനമൊക്കെ നടക്കുന്നു. ഈ UDF-ലേക്കുള്ള മടങ്ങിപ്പോക്കൊക്കെ പതിയെ ചർച്ചയായി വരുന്നുണ്ടോ? അല്ല, UDF-ലേക്ക് എന്തിനാ മടങ്ങി പോകുന്നു? ഞങ്ങൾ ഹാപ്പിയാണല്ലോ ഇവിടെ. ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. അത് കൃത്യമായി വേറൊരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പരാജയമുണ്ടായി. അത് ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. അതിന്റെ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമാണോ അടുത്ത തെരഞ്ഞെടുപ്പ്? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതുപോലെയല്ലേ 19 സീറ്റും ജയിച്ചില്ലേ? നിയമസഭയിൽ എങ്ങനെ വന്നത്? ത്രിതല പഞ്ചായത്തിൽ എങ്ങനെ വന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവർത്തനമായിരിക്കില്ല. ഏതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയമാണ് സംസാരിക്കാൻ പോകുന്നു, അല്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ വ്യത്യാസമുണ്ടാകും. തെറ്റുകൾ തിരുത്തി സർക്കാരാണെങ്കിലും അത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മുന്നണിയാണെങ്കിലും തിരുത്തി മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ്. എവിടെയെങ്കിലും ഉണ്ട് അത് തിരുത്തണമെന്നുള്ള ജനങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരും. പക്ഷേ ആ രാഷ്ട്രീയമായിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും. അതോടൊപ്പം കോട്ടയത്ത് ഇതിനേക്കാൾ കൂടുതൽ ചോദ്യം ചോദിക്കുന്നതാണല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റിന് ഒരു അർഹതയുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അല്ല, കൂടുതൽ സീറ്റ് വരുമല്ലോ. ഇപ്പൊ ഡീലിമിറ്റേഷൻ വരുമ്പോൾ നമുക്കറിയാം എല്ലാ പഞ്ചായത്തിലും 14 18 വാർഡുകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടും, അല്ലെ ചിലപ്പോൾ 2 എണ്ണം കൂടും. അപ്പൊ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് തന്നെ ഇന്ന് 100 കണക്കിന് സീറ്റുകൾ കൂടുമ്പോൾ നമുക്കൊരു ഷെയർ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് ലഭിക്കുകയും ചെയ്യും. അത് പിന്നെ ജയിക്കുകയും ചെയ്യും. അർഹതയുണ്ടല്ലോ. പിന്നെ അർഹതയുണ്ട്. അപ്പൊ ഞങ്ങള് സന്തോഷം കണ്ടതിലുണ്ടോ.